2007 പുറത്തിറങ്ങിയ ചോട്ടാ മുംബൈ ഇപ്പോൾ റീ റിലീസായിട്ട് തിയേറ്ററൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. നമ്മളെ പടത്തെക്കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വന്ന് പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ പടം കണ്ടിട്ടുള്ളതാണ്. മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റർടൈനർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു പടമാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ പടത്തിലൊരു ക്ലാസിക് വില്ലനുണ്ട്, അതായത് നമ്മുടെ മണിച്ചേട്ടൻ ചെയ്ത നടേശൻ എന്ന ക്യാരക്ടർ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണിച്ചേട്ടൻ ആസ് നടേശൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. പടം റീ റിലീസായിട്ട് തലയ്ക്കും പിള്ളേർക്കും കിട്ടുന്ന റെസ്പോൺസ് എന്താണോ അതുപോലെ തന്നെയാണ് തിയേറ്ററിൽ മണിച്ചേട്ടൻ ചെയ്ത നടേശൻ എന്ന ക്യാരക്ടറിന് കിട്ടുന്ന റെസ്പോൺസ്. ശരിക്കും പറഞ്ഞാൽ തലയിടം പിള്ളേരുടെ തിരിച്ചറിവ് മാത്രമല്ല ഇന്ന് ആൾക്കാർ തിയേറ്ററിൽ ആഘോഷിക്കുന്നത്, നടേശൻ എന്നൊരു ക്ലാസിക് വില്ലനെയും കൂടെ അതിനൊപ്പം ആഘോഷിക്കുന്നുണ്ട്. അതായത് മണിച്ചേട്ടൻ്റെ ഇൻട്രോയ്ക്കും അതുപോലെ തന്നെ ആളെ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ സീനിലും തിയേറ്റർ ഇങ്ങനെ ലിറ്ററലി നിന്ന് കത്തുവാണ്. മലയാള സിനിമയിൽ ഇന്ന് വരെ വന്നേക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസിക് വില്ലൻ തന്നെ നമുക്ക് പറയാം ആ ഒരു ക്യാരക്ടർ. അതായത് വില്ലനിസം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറെ വയലൻസും കുറെ ബ്രൂട്ടൽ സീൻസും കുറെ അലറി വിളിച്ച ഡയലോഗ്സ് ഒക്കെ കാണിക്കുന്ന ഇക്കാലത്ത് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പീക്ക് വില്ലൻ തന്നെയാണ് നടേശൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചേക്കുന്ന ഒരു രീതി. അതായത് ആളുടെ ഒരു സ്റ്റൈലും ആളുടെ ഒരു സ്വാഗും ആൾ സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും വേറൊരാളും ആ ഒരു ക്യാരക്ടർ ചെയ്ത് കിട്ടത്തില്ല. അതുപോലെ തന്നെ മണിച്ചേട്ടൻ ചെയ്ത പോലെ ആ ഒരു ക്യാരക്ടർ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒന്നാണ് ആളുടെ ഡയലോഗ് ഡെലിവറി. അതിൽ പടത്തിൽ ഓരോ ഭീഷണി സീനൊക്കെ, അതായത് മറ്റേ നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് പറയുന്ന സീനൊക്കെ എൻ്റെ പൊന്നോ, ആ സീനൊക്കെ ആൾ ചെയ്ത് വെച്ചേക്കുന്നത്. ആളുടെ ആ ഒരു സീനിലേക്ക് ഡയലോഗ് ഡെലിവറി, അതായത് ഡയലോഗുകൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു വില്ലനെ ആ വില്ലൻ്റെ പീക്കിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ആ ഈ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കലാഭവൻ മണി എന്ന നടനെ കൊണ്ട് എന്ത് പറ്റുമെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ആളൊരു വെർസറ്റൈൽ ആക്ടറാന്നുള്ളത്. അതായത് ആൾ ഏത് റോളും ചെയ്യും, ആൾ ലീഡ് റോൾ ചെയ്യും, ആൾ വില്ലൻ ചെയ്യും, ആൾ കോമഡി ചെയ്യും, ആൾ ഇമോഷൻസ് ചെയ്യും, എല്ലാ സാധനവും ചെയ്യും. എല്ലാവരും ആളുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുമാണ്. ഇതെല്ലാം ആൾ കിടിലമായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. ബട്ട് പേഴ്സണലി എനിക്ക് ആളെ ഒരു വില്ലനായിട്ട് കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ആളുടെ വില്ലനായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട്. മണിച്ചേട്ടൻ ആളുടെ കരിയറിൽ കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട്. തമിഴിലൊക്കെ ആൾ ഒരു ടൈമിൽ പീക്ക് വില്ലനായിരുന്നു. ആളുടെ കരിയറിൽ ആൾ ചെയ്തേക്കുന്നത് ഈ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ തന്നെയാണ് നടേശൻ എന്ന ക്യാരക്ടർ. അതായത് ആൾ ചെയ്തേക്കുന്ന വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുവാണ്, ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ആയിരിക്കും നടേശൻ എന്ന ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും മണിച്ചേട്ടൻ ചെയ്ത വില്ലൻ ക്യാരക്ടേഴ്സിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു ക്യാരക്ടർ. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു കൈൻഡ് ഓഫ് വില്ലനൊന്നും ആയിരുന്നില്ല നടേശൻ. അതൊരു ടെംപ്ലേറ്റ് വില്ലൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ നടേശൻ ഉള്ളായിരുന്നു. പക്ഷെ കലാഭവൻ മണി എന്നൊരു നടൻ ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴത്തേന് ആ ഒരു ക്യാരക്ടറിന്റെ റേഞ്ച് തന്നെ മാറി എന്ന് പറയാം. അതായത് പടത്തിലെ നായകനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലനായിട്ട് നടേശൻ എന്ന ക്യാരക്ടർ മാറി. മണിച്ചേട്ടന് പകരം വേറെ ആരെങ്കിലും ആ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ഇമ്പാക്ട് ഒരിക്കലും ആ ക്യാരക്ടറിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ആളുടെ ഒരു സ്വാഗ്, ആളുടെ ഒരു ഡയലോഗ് ഡെലിവറി, ആളുടെ ഒരു സ്റ്റൈല്, ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒന്നും മലയാളത്തിൽ വേറൊരാൾക്കും തരാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കലാഭവൻ മണി എന്ന നടനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കിനും മലയാളി തലയ്ക്കും പിള്ളേർക്കും കൊടുത്ത അതേ റെസ്പോൺസ് ആളുടെ ഓരോ ഇൻട്രോയ്ക്കും ആളുടെ ഓരോ സീൻസിനും കൊടുത്തത്. ആളൊരു പകരം വെക്കാൻ പറ്റാത്തൊരു ആക്ടർ തന്നെയാണ്. ആളുടെ മരണം മലയാള സിനിമയ്ക്ക് മാത്രമല്ല സൗത്ത് ഇൻഡസ്ട്രിക്ക് പറ്റിയൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.